So it's gone, now we both moved on. Oh, that's la la la. ഇന്ന് നമുക്ക് വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ബാക്കിയായാൽ അതിനെ എങ്ങനെ റീയൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി സൂപ്പറായിട്ട് എങ്ങനെ ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 മീഡിയം സൈസ് ഇഡ്ഡലിയാണ്. അത് ഒരു സ്ക്വയർ പീസാക്കി കട്ടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഒരു ബൗളിലിട്ടിട്ട് അതിൽ മൈദപ്പൊടി, കോൺഫ്ലോർ, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു മുട്ടയും കൂടിയും ചേർത്തിട്ട് ആ മസാലയും പൊടിയെല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണം ചൂടായാൽ നമ്മൾ മസാല പുരട്ടി വെച്ച ഇഡ്ഡലി അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലി ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, തക്കാളി എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അധികം അത് വഴറ്റിയെടുക്കണ്ട, അതിൻ്റെ പച്ചച്ചുവ പോയാൽ മതി. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി, സോയാ സോസ്, ടൊമാറ്റോ സോസും ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇഡ്ഡലി കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൂടി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച മല്ലിയില കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഇഡ്ഡലി റെഡിയായി. ഇത് ഇഡ്ഡലി ബാക്കിയാലും മാത്രമല്ല കേട്ടോ, ഇത് ഇഡ്ഡലി ഉണ്ടാക്കിയാലും ചില ആൾക്കൊന്നും ഇഡ്ഡലി തിന്നാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തിന്നോക്കണം. അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടിയാക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. കുട്ടിയാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളൊരു 2 ടൂത്ത് പീക്ക് എടുത്ത് തുടച്ചിട്ട് അവർക്ക് എടുത്ത് കൊടുത്താൽ അതിനെക്കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി തിന്നുമ്പോൾ അവർക്ക് നല്ലൊരു രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.